ഇറാൻ വൻ തകർച്ച നേരിടുകയാണെന്നും അമേരിക്കയുടെ പരാജയപ്പെടുകയാണെന്ന റിപ്പോർട്ടുകൾ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന് തീ പിടിച്ചുവെന്ന വാർത്തയും ട്രംപ് തള്ളി. ഇറാനിൽ ആക്രമണം പൂർത്തീകരിക്കാൻ 4 ആഴ്ച കൂടി വേണമെന്ന് ഇസ്രായേൽ. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. സഹായം നിരസിച്ച് വൻ ശക്തി രാജ്യങ്ങൾ. എണ്ണവില വീണ്ടും ഉയരുന്നു. സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് എണ്ണ കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ. MC നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. MC നാസർ, ഇപ്പോൾ എന്താണ് UAE-യിലെ നിലവിലെ സ്ഥിതി? ഭാരതി, സ്ഥിതിഗതികൾ ലോകതലത്തിൽ തന്നെ ഈ യുദ്ധത്തിലൂടെ രൂപപ്പെടുത്തിയത് വലിയ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയോ യുദ്ധാറുതി സംബന്ധിച്ച ഒരു സൂചനയോ അമേരിക്കയും ഇസ്രായേലും നൽകുന്നില്ല. മാത്രമല്ല, ഇറാനും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അല്പം മുമ്പ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ ആഗോളതലത്തിൽ എണ്ണവില ഉയരുന്നു എന്നത് തന്നെ യുദ്ധം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമേ അല്ല. ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കാൻ കാര്യമായിട്ടുള്ള ഒരു സൈനിക സാന്നിധ്യം പോലും ആവശ്യമില്ല. അവിടെ ചില മുങ്ങിക്കപ്പലുകൾ ഉണ്ടായാൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അത്ര ലളിതമാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെടുകയാണെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന വാർത്തകളാണ് ദിനേന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളും ഈ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവർ വേറെ ഏതെങ്കിലും നിലക്കുള്ള പ്രതിഫലം വാങ്ങിക്കൊണ്ടായിരിക്കണം ഇത്തരം വാർത്തകൾ ചെയ്യുന്നത്. അമേരിക്ക ഒരിക്കലും യുദ്ധത്തിൽ പരാജയപ്പെടുന്നില്ല. വളരെ നിർണായകമായിട്ടുള്ള വിജയമാണ് തങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രഹാം ലിങ്കൺ പടക്കപ്പലിൽ തീപിടിച്ചു, അത് പൂർണ്ണമായിട്ടും തകരുന്നു എന്നതുൾപ്പെടെയുള്ള സൃഷ്ടികൾ കേവലം AI സൃഷ്ടി മാത്രമാണ്. അതിലപ്പുറം ആ വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് അല്പം മുമ്പ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി തീരണമെങ്കിൽ ഇറാൻ പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങലിന് തയ്യാറാകണം. പക്ഷേ ഇറാൻ അതിന് തയ്യാറാകുമെന്ന് താൻ കരുതുന്നില്ല എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചുരുങ്ങിയതൊരു 4 ആഴ്ച മുതൽ 5 ആഴ്ച വരെയെങ്കിലും ഈ ആക്രമണം തുടരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇറാനിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കൂ എന്നാണ് ഇസ്രായേൽ നടത്തുന്ന പ്രതികരണം. അതേസമയം ഒരു നിലയ്ക്കുള്ള ഒരു വിട്ടുവീഴ്ചകൾക്കും തങ്ങളില്ല. അമേരിക്കയുമായോ മറ്റോ ഏതെങ്കിലും അർത്ഥത്തിലൊരു വെടിനിർത്തലിന് വേണ്ടി തങ്ങൾ സമീപിച്ചിട്ടില്ല. എത്ര കാലം വേണമെങ്കിലും ഈ യുദ്ധം തുടരാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ നേതൃത്വവും പ്രതികരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധ അറുതി സംബന്ധിച്ച ഒരു സൂചനയും ലഭ്യമല്ല. അതേസമയം ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചു വരികയാണ്. $106 കടന്ന് അത് മുന്നോട്ട് പോവുകയാണ്. ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം ഇന്നലെ രാത്രിയും തുടർന്നു. അല്പം മുമ്പ് ദുബൈ എയർപോർട്ടിന് സമീപം ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഒരു ഇന്ധന ടാങ്കിന് നേർക്കായിരുന്നു ഡ്രോൺ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ആ നീക്കത്തെ പരാജയപ്പെടുത്തി. പക്ഷേ തീപിടുത്തം നിയന്ത്രിക്കാനുള്ള എല്ലാ നീക്കങ്ങളും തുടരുന്നതായിട്ടാണ് ദുബൈ മീഡിയ ഓഫീസ് അല്പം മുമ്പ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരതി, നാസർ, അതുപോലെ തന്നെ ഇറാനെതിരായ യുദ്ധം വൈകാതെ നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അടുത്ത അല്പം മുമ്പ് ട്രംപ് നടത്തിയ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ്. അധികം ഇത് നീളേണ്ടി വരില്ല, അതിനു മുമ്പ് താനിത് നിർത്തും, പക്ഷേ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. തുടർന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ആഗോള വിപണിയിൽ എണ്ണവില കൂടുന്നു എന്നത് യുദ്ധം നിർത്താൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി അത് അധികം വൈകേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ യുദ്ധം നിർത്തിയേക്കുമെന്നും ട്രംപ് പറയുന്നു. കാരണം ഇതുവരെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഈ പിന്നിട്ട് 16 ദിവസം പരിശോധിച്ച് നോക്കിയാൽ നിരന്തരമായിട്ട് ഈ വൈരുദ്ധ്യങ്ങൾ കാണാം. ഒരു പക്ഷേ പറയും 4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് യുദ്ധം തീരുമെന്നായിരുന്നു തുടക്കത്തിൽ പ്രതികരിച്ചിരുന്നത്. ആ ട്രംപാണ് പിന്നീട് യുദ്ധം വളരെ പെട്ടെന്ന് തീർക്കും, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു, ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി അവരുടെ പക്കൽ ഒന്നും തന്നെ ഇല്ല എന്നും 2 ദിവസം മുമ്പ് ട്രംപ് പ്രതികരിച്ചു. അതുകൊണ്ട് യുദ്ധം പിന്നെ പെട്ടെന്ന് നിലയ്ക്കുമെന്നും ട്രംപ് തന്നെ പറയുന്നു. അതേസമയം ഇനിയും ഈ എണ്ണവില ഉയരുന്നതിന്റെ ഭാഗമായിട്ട് യുദ്ധം നിർത്താൻ അത് തന്നെ പ്രേരിപ്പിക്കുകയില്ല എന്നും ഇതേ ട്രംപ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപ് തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിലുടനീളം ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ അയച്ച് അവിടെയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ രൂപപ്പെടുത്തിയതായിട്ട് ഇറാനും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സ്ഥിതിഗതികൾ പിന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ചില
രാജ്യങ്ങളുടെ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും പിന്നെ വിജയം കണ്ടിട്ടില്ല. പക്ഷേ ആ ശ്രമങ്ങൾ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ ഖത്തറിലെത്തിയിട്ടുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഈജിപ്ത് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. പക്ഷെ അത്തരം നീക്കങ്ങളൊക്കെ ഒരു യുദ്ധ അറുതിയിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ ഘട്ടത്തിൽ വിലയിരുത്തുക എളുപ്പമായി മാറുന്നില്ല. ആരതി.